പ്രിയമുള്ളവരെ, വചനജ്വാല 1808 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച. പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ 15 നോമ്പ് 13 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ നാം ഹോസിയ പ്രവാചകന്റെ പുസ്തകമാണ് വായിക്കാൻ പോകുന്നത്. ഹോസിയ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. BC 8 ശതകത്തിൽ വടക്കൻ രാജ്യമായ ഇസ്രായേലിൽ ജെറോബോവാമിന്റെ അന്തിമ നാളിലാണ് ഹോസിയ പ്രവാചക ദൗത്യം ആരംഭിക്കുന്നത്. ഇസ്രായേലിന്റെ തിരോധാനത്തിൽ കലാശിച്ച സീറോ എഫ്രായിം യുദ്ധത്തിനൊടുവിൽ പ്രവാചകൻ രംഗം വിട്ടിരിക്കും. പ്രധാനമായും എഫ്രായിം ഇസ്രായേലിനെ ഉദ്ദേശിച്ചാണ് പ്രവചനങ്ങളൊക്കെ കൂടുതലും നടത്തിയിട്ടുള്ളത്. 14 അധ്യായങ്ങളുള്ള ഹോസിയ പുസ്തകത്തിൽ 3 അധ്യായങ്ങളിൽ സ്വന്തം വിവാഹ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. തുടർന്ന് ഇസ്രായേലിന്റെ അവിശ്വസ്തതയും പാതകങ്ങളും എടുത്തുകാട്ടി അവർക്കെതിരെ വിധി പ്രസ്താവിക്കുകയാണ് അടുത്ത 10 അധ്യായങ്ങളിൽ. ജനത്തിന്റെ അവിശ്വസ്തതയും അകൃത്യങ്ങളും മറന്ന് അവരെ തന്റെ സഹനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തിന്റെ പ്രഘോഷണമാണ് ഹോസിയായുടെ പുസ്തകം. നാം ഇന്ന് ഹോസിയായുടെ പുസ്തകം 1 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. ഹോസിയായുടെ മക്കൾ ഉസിയ, യോഥാം, ആഹാസ്, ഫെസക്കിയ എന്നിവർ യൂദയായുടെയും യോവാഷിമിന്റെയും മകൻ ജെറോബോവാം ഇസ്രായേലിന്റെയും രാജാക്കന്മാരായിരുന്ന കാലത്ത് ബേരിയുടെ മകൻ ഹോസിയാക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. ഹോസിയ വഴി കർത്താവ് നൽകിയ സന്ദേശത്തിന്റെ തുടക്കം അവിടുന്ന് അരുളി ചെയ്തു, നീ പോയി ഒരു വേശ്യയെ വിവാഹം ചെയ്ത് അവളിൽ നിന്ന് മക്കളെ നേടുക. കാരണം ദേശം കർത്താവിനെ പരിത്യജിച്ച് വേശ്യാവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു. അവൻ പോയി ദലൈലാമിന്റെ പുത്രിയായ ഗോമാറിനെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് ഹോസിയായോട് പറഞ്ഞു, അവന് ജസ്രയേൽ എന്ന് പേരിടുക. കാരണം ജസ്രയേലിലെ രക്തച്ചൊരിച്ചിലിന് യേഹൂവിന്റെ കുടുംബത്തെ താമസമെന്നിയെ ഞാൻ ശിക്ഷിക്കും. ഇസ്രായേൽ ഭവനത്തിന്റെ രാജ്യത്വം ഞാൻ അവസാനിപ്പിക്കും. അന്ന് ജസ്രയേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിന്റെ വില്ല് ഞാൻ ഒടിക്കും. അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രിയെ പ്രസവിച്ചു. കർത്താവ് ഹോസിയായോട് അരുളി ചെയ്തു, നീ അവൾക്ക് കരുണ ലഭിക്കാത്തവൾ എന്ന് പേരിടുക. കാരണം ഞാൻ ഇസ്രായേൽ ഭവനത്തോട് ഇനി കരുണ കാണിക്കുകയോ അവരുടെ തെറ്റുകൾ ക്ഷമിക്കുകയോ ഇല്ല. എന്നാൽ യൂദാ ഗോത്രത്തോട് ഞാൻ കരുണ കാണിക്കും. വില്ലോ വാളോ യുദ്ധമോ കുതിരയോ കുതിരപ്പട്ടാളമോ അല്ല, അവരുടെ ദൈവമായ കർത്താവ് തന്നെ അവരെ രക്ഷിക്കും. കരുണ ലഭിക്കാത്തവളുടെ മുലകുടി മാറിയപ്പോൾ ഗോമർ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അരുളി ചെയ്തു, അവനെ എൻ്റെ ജനമല്ല എന്ന് പേരിടുക. കാരണം നിങ്ങൾ എൻ്റെ ജനമല്ല, ഞാൻ നിങ്ങളുടെ ദൈവവുമല്ല. എങ്കിലും ഇസ്രായേൽ ജനം കടൽ തീരത്തെ മണൽത്തിരി പോലെ അഭിനിമേയവും
സംഖ്യാതീതവുമാകും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് പറഞ്ഞതിന് പകരം ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രർ എന്ന് അവരെപ്പറ്റി പറയപ്പെടും. യൂദയായിലെയും ഇസ്രായേലിലെയും ജനം ഒന്നിച്ചു ചേരും. അവർ തങ്ങൾക്കായി ഒരു തലവനെ നിയമിക്കും. അവർ ദേശത്ത് പടർന്ന് ഐശ്വര്യം പ്രാപിക്കും. ഇസ്രായേലിന്റെ ദിനം മഹത്വപൂർണമായിരിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ ഫോൺസിയർ മാർപ്പാപ്പയെയും വിശുദ്ധ ഹിപ്പോളിറ്റൂസിനെയും അനുസ്മരിക്കുന്ന സുദിനമാണ് ഇന്ന്. ഉർബൻ മാർപ്പാപ്പയുടെ പിൻഗാമിയാണ് റോമാക്കാരനായ പോൻഷ്യൻ മാർപ്പാപ്പ. 230 അദ്ദേഹം മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം നടത്തിയ ഒരു സൂനഹദോസാണ് പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഓരിജന് മഹറോൻ ശിക്ഷ നൽകിയത്. കാര്യമായ മറ്റു പ്രവർത്തനങ്ങളൊന്നും പോൻഷ്യന്റെ കാലത്ത് നടന്നില്ല. 235 മാക്സിമിനോസ് ചക്രവർത്തി അദ്ദേഹത്തെ സർദിനിയ ഖനികളിലേക്ക് നാടുകടത്തി. പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അദ്ദേഹം മാർപ്പാപ്പ സ്ഥാനം രാജിവെച്ചു. വിപ്രവാസത്തിലെ കഷ്ടതകൾ നിമിത്തം 235 തന്നെ അദ്ദേഹം ദിവംഗതനായി. കലസ്റ്റസ് മാർപ്പാപ്പ കഠിന പാപങ്ങൾ കൂടി അനുഗമിച്ചാൽ മോചനം നൽകാമെന്ന് തീരുമാനിച്ചപ്പോൾ പ്രസ്തുത അഭിപ്രായത്തെ എതിർത്ത ഒരു റോമൻ പുരോഹിതനാണ് ഹിപ്പോളിറ്റൂസ്. അദ്ദേഹം തന്റെ അനുഭാവികളുടെ സഹായത്തോടെ 217 ബദൽ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 235 പോൻഷ്യൻ മാർപ്പാപ്പയോടൊപ്പം ഹിപ്പോളിറ്റൂസും സർദീനായിലേക്ക് നാടുകടത്തപ്പെട്ടു. അവിടെ വെച്ച് അദ്ദേഹം തിരുസഭയോട് രമ്യപ്പെട്ടു. മാർപ്പാപ്പ സ്ഥാനം ഉപേക്ഷിച്ചു. അദ്ദേഹവും 235 സർദീനായിൽ വെച്ച് മരിച്ചു. പ്രിയപ്പെട്ടവരെ, കഷ്ടപ്പെട്ട് മരിച്ചതുകൊണ്ട് രക്തസാക്ഷികളായിട്ടാണ് പോൻഷ്യൻ മാർപ്പാപ്പയും പുരോഹിതൻ ഹിപ്പോളിറ്റോസും അനുസ്മരിക്കപ്പെടുക. ദൈവശാസ്ത്രത്തിൽ വലിയ കണിശക്കാരനായതുകൊണ്ട് ഹിപ്പോളിറ്റോസിന് അബദ്ധങ്ങൾ സംഭവിച്ചു. എന്നാൽ പൂർണ്ണ അറിവോടെയല്ല അദ്ദേഹം തെറ്റിൽ ചരിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ രക്തസാക്ഷികളായ വിശുദ്ധ പോൻഷ്യൻ മാർപ്പാപ്പയെയും വിശുദ്ധ ഹിപ്പോളിറ്റൂസിനെയും അനുസ്മരിക്കുന്ന ഈ പൻസുദിനത്തിൽ അവരുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായി യാചിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.